നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല ദിനങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്ന് നമുക്ക് ചിക്കൻ പെപ്പർ റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചിക്കൻ പെപ്പർ റോസ്റ്റ് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം. ഇപ്പോൾ ചിക്കന് നമുക്ക് മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി എടുക്കണം. അര കിലോ ചിക്കനിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടു. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പെപ്പർ പൗഡർ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. അത് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കനാണ് എടുത്തത്. അതിലേക്കാണ് ഈ മസാലകൾ ചേർത്തത്. 2 തണ്ട് കറിവേപ്പില. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചിക്കൻ്റെ പീസസ് എല്ലാം നന്നായിട്ട് മസാല പുരട്ടി ഒന്ന് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂർ വേണമെങ്കിൽ ഇരുന്നോട്ടെ. അപ്പോൾ നന്നായിട്ട് ഉപ്പും മുളകും എരിവും ഒക്കെ പിടിച്ചിട്ട് നല്ല പാകമായിട്ട് വരും. അത് കഴിയുമ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ബാക്കി ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തയ്യാറാക്കി വയ്ക്കാം. ഇത് ചിക്കൻ റെഡിയായി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണയുടെ കിടന്നിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഇനി നമുക്ക് ഒരു 5 പച്ചമുളക്, എരിവിന് ആവശ്യമായ പച്ചമുളക്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, 3 ചെറിയ പീസ് ഇഞ്ചി, 1-2 കറിവേപ്പില ഇന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു. നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്ക് ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അതിൽ 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ടു. പിന്നെ ഈ അരിഞ്ഞു വെച്ചില്ലേ, നമ്മൾ നേരത്തെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കാൻ കൊണ്ടുപോയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഇടാം. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ ഒരു മണം വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ അങ്ങ് മാറി കഴിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി സവാള ചേർക്കണം. സവാള കുറച്ച് മതി കേട്ടോ. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. പക്ഷേ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ച് സവാള ചെറിയ സവാള ആണെങ്കിൽ ഒരെണ്ണം എടുത്തോളൂ. ഞാനിപ്പോൾ വലിയ സവാള ആയതുകൊണ്ട് പകുതി എടുത്തു. സവാള ഒന്ന് വഴന്നതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടി ഇട്ടെടുക്കാം. ഞാനൊരു 10-25 പീസ് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ചെടുക്കണം. കാരണം നമ്മൾ കറിയല്ലല്ലോ, ചിക്കൻ കറിയല്ല, ചിക്കൻ റോസ്റ്റല്ലേ ഉണ്ടാക്കുന്നത്, പെപ്പർ റോസ്റ്റല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മസാല നന്നായിട്ടൊന്ന് നല്ല പിടിച്ചിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഉള്ളി ചതച്ചെടുത്തത് കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പ് ചിക്കനിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മതി കേട്ടോ. കുറച്ച് ഉപ്പിടുക. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഇളക്കി സവാളയൊക്കെ ഒന്ന് വഴന്ന് വരണം. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. തക്കാളി വേണമെങ്കിൽ ചേർത്തോളൂ. കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് തക്കാളി ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചേർത്തോളൂ, കുഴപ്പമില്ല. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് കുറച്ച് കൂടുതൽ വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ 1 ടീസ്പൂൺ ചില്ലി പൗഡർ, നല്ല എരിവുള്ള റെഡ് ചില്ലി പൗഡർ ആണെങ്കിൽ, മുളക് പൊടിയാണെങ്കിൽ കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം പൊടികൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ ആ ഒരു ഡിഷിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കയ്പ്പ് രുചി പോലെ ഉണ്ടാകും. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനെന്ന് പറയുന്നത്. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചിക്കൻ മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അവിടെ മല്ലിപ്പൊടി ചേർത്താൽ ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് വരട്ടെ.
ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ പെട്ടെന്ന് ചിക്കൻ കുക്കായി കിട്ടും, വെന്ത് കിട്ടും. അപ്പോൾ തീ കുറച്ച് വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കാതെ തീ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒരു സൈഡൊന്ന് ആയി വരുമ്പോൾ പതിയെ മറു സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ചിക്കൻ്റെ. അപ്പം തന്നെ ചിക്കൻ നല്ലൊരു മണം വന്ന് തുടങ്ങിയ കുരുമുളകിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ കൂടെ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ, അപ്പം നല്ല ഒരു ടേസ്റ്റാണ്. നന്നായിട്ട് ചെറിയ തീയിൽ കിടന്നിട്ട് നല്ല പോലെ റോസ്റ്റായി വരണം. അതായത് ഉപ്പ് ഇച്ചിരി കുറവാണ്, ഞാൻ അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വരട്ടിയെടുക്കണം. ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ട് നല്ല കുക്കായി വെന്ത് നല്ല ചിക്കൻ്റെ പീസസിലെല്ലാം കഷ്ണങ്ങളിലെല്ലാം നല്ലപോലെ പിടിച്ച് പാകമായിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ഒരു കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ്, തനി നാടൻ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം കംപ്ലീറ്റ് പോകുന്നത് വരെ വേവിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് ഇതിൻ്റെ മസാല ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് നല്ല പാകമായിട്ട് വരണം. ഇതാണ് നമ്മുടെ കുരുമുളകിട്ട് വരട്ടിയ നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്നും കൂടെ ഇട്ടെടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് 2-3 മിനിറ്റും കൂടെ അടച്ച് വെച്ച് അതിൻ്റെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വരട്ടി നമുക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് വരട്ടിയിട്ട് എടുക്കണം. 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ റമദാന് ഈദിൻ്റെ സ്പെഷ്യൽ ഡിഷായിട്ട് പെപ്പർ റോസ്റ്റ്, ചിക്കൻ പെപ്പർ റോസ്റ്റും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കുക. ഇത് നല്ല അടിപൊളി ഡിഷാണ്. കണ്ടോ, എല്ലാം നന്നായിട്ട് ഉള്ളിയൊക്കെ വഴന്ന് അതിൻ്റെ മസാലയൊക്കെ കണ്ടോ ഈ ഒരു പാകം ആവണം. കറക്റ്റ് ഈ ഒരു പാകം ആയെങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ആ കറിവേപ്പിലയും സവാളയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.